ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അരിപ്പൊടി കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടി, പത്തിരിക്കെല്ലാം എടുക്കുന്ന ആ അരിപ്പൊടി ഞാൻ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് ചുരയ തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറിയ കട്ട് ചെയ്തിട്ടും തേങ്ങ ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. പെരുംജീരകമല്ല, നല്ല ജീരകം ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. കുറച്ച് വേണമെങ്കിൽ ചേർക്കാം, കൂടുതലും ചേർക്കാം. അത് ചേർക്കുന്ന ഒരു ടേസ്റ്റ് അധികമാണ്. നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് അളവ് ചെറിയ കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ലോണം വഴണ്ടി വരുന്ന വരെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ച ആ മിക്സിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി മിക്സ് ഇത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സായ ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ആദ്യം 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ചുടുവെള്ളമൊന്നും അല്ല, സാധാ പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്. 2 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഓരോ അരിപ്പൊടിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന ഉള്ളിൻ്റെ എല്ലാം ഇത് മിക്സ് കൊണ്ട് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്ത ശേഷം മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ വീണ്ടും ഒരു 3/4 കപ്പ് അളവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഉപ്പെല്ലാം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിനുശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനി നമ്മൾ ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ഉള്ളിയെല്ലാം ചേർത്തത് കൊണ്ട് സാധാ ദോശ നമ്മൾ ചുട്ടെടുക്കുന്നത് പോലെ എടുക്കാൻ പറ്റില്ല. ഇതേപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കൊണ്ടുവരിക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ മുകളിൽ ഒരു 1/4 ടീസ്പൂൺ അളവ് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഒരു സൈഡ് വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം തിരിച്ചിട്ടതിന് ശേഷം മൂടി വെച്ച് വേവിക്കണം. ഹൈ സ്പീഡിൽ ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നിങ്ങൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അരിപ്പൊടി, ഉള്ളി ഇതെല്ലാം സാധാ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അത് വെച്ചിട്ട് സിമ്പിളായിട്ട് ഇത് നിങ്ങൾ മാവ് കലക്കിയിട്ട് പുളിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. അപ്പം തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇതിന് കോമ്പിനേഷനായിട്ട് തേങ്ങാ ചട്നി അരച്ച് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് കറി വേണമെങ്കിലും കഴിക്കാം, പക്ഷേ തേങ്ങാ ചട്നി നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടർ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ആൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും.